Hi friends, welcome back to SimpleTips Malayalam. അപ്പോൾ ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് കാല് ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചേട്ടോ. ഒരു പെഡിക്യൂർ ആണിത്. ഫുൾ ഒരുപാട് സ്റ്റെപ്പ് ഒന്നും ഉള്ള ഒരു പെഡിക്യൂർ അല്ല, സിമ്പിളായിട്ടുള്ളതാണ്. ഓൾറെഡി ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 8.5 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കൂടെ കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലൊക്കെ ഭയങ്കര അഴുക്കായിട്ടൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം കേട്ടോ. ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്, ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കായിരുന്നു. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറാണ്. പക്ഷേ റിസൾട്ട് ഭയങ്കര 100% റിസൾട്ടാണ്. ലാസ്റ്റിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും, ആ കാലിൻ്റെ വ്യത്യാസം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ ഇനി കാണിക്കുമ്പോൾ അത് മനസ്സിലാവും. ഒരു ടബിൽ കുറച്ച് ചൂടുവെള്ളം വേണം കേട്ടോ, ചെറിയ ചൂടുവെള്ളം വേണം. അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ അഴുക്കൊക്കെ പോകാനായിട്ട് ഒരുപാട് നല്ലതാണ്. പിന്നെ ഏതെങ്കിലും ഒരു ഷാമ്പു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷാമ്പു കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ അഴുക്ക് ഇളവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാലിൻ്റെ നഖത്തിനിടയിലും ഒക്കെ ഉള്ള അഴുക്ക് നന്നായിട്ട് ഇളവണം. അപ്പോൾ കാല് നല്ലതുപോലെ ഇങ്ങനെ മുക്കി വെക്കുക. ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ആ കാലിൽ ഒരു എന്താ പറയുക, സ്കിന്നൊക്കെ ഒന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അത്രയും സമയം ഇത് മുക്കി വയ്ക്കുക. അപ്പം 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഒരു ഫുഡ് സ്ക്രബ്ബർ വെച്ചിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ റഫായിട്ടുള്ള തൊലിയൊക്കെ മാറാനാണ്. അതിനുശേഷം ഒരു സ്ക്രബാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സോഡാപ്പൊടി നാരങ്ങയിൽ ഇതുപോലെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കാലിലെ സ്കിന്നിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ സോഡാപ്പൊടി നാരങ്ങയിൽ മുക്കി കയ്യിലും ഒന്നും ഇത് ചെയ്യരുത്, നല്ലതല്ല കേട്ടോ സ്കിന്നിന്. നമ്മുടെ കാലിൽ ഒത്തിരി റഫ് ആയതുകൊണ്ടാണ് അഴുക്കൊക്കെ പോകാനായിട്ട് ഇതാണ് ഏറ്റവും നല്ലൊരു ബ്ലീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കാലിൽ ഇത് ചെയ്യാം, മുഖത്ത് ഇത് അപ്ലൈ ചെയ്യരുത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നഖത്തിനിടയിലും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ നഖത്തിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് നല്ല ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കൊക്കെ പോകട്ടോ. വിരലുകളുടെ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് കാല് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുക്കണം. സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം വരും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തൈര് നല്ലതുപോലെ കാലിലൊന്ന് മസാജ് ചെയ്യുക, നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു സ്കിൻ നല്ലൊരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടും, അതുപോലെ സ്കിൻ ഒന്നും കൂടി ഒന്ന് വൈറ്റനായി ആ ഡേർട്ടൊക്കെ ഒന്നുകൂടെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. പാക്ക് എന്ന് വെച്ചാൽ തൈര് മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ലതാണ് കേട്ടോ. സ്കിൻ പെട്ടെന്ന് ഒരു സ്കിന്നിനൊരു റിലാക്സേഷനും കൂടിയാണ്. തണുത്ത തൈരാകുമ്പോൾ നല്ലൊരു റിലാക്സേഷനും കൂടിയാണ്. നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഉപ്പും അങ്ങനെയുള്ള സോഡാപ്പൊടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് തുടയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഇത്രയും രീതിയിൽ തന്നെ ആ ക്രീം വെക്കണം. അങ്ങനെ തന്നെ വെച്ചിട്ടൊരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രമേ തുടയ്ക്കാൻ പാടുള്ളൂ. നല്ല കട്ടിക്കിടണം കേട്ടോ ക്രീം. അപ്പോഴാണ് ആ ഒരു, അല്ലെങ്കിൽ ഒരു ഡ്രൈനെസ് വരും. സോഡാപ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈനെസ് വരും. അപ്പോൾ നല്ലതുപോലെ അത് അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് തുടയ്ക്കുക. തുടച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാം. ഭയങ്കരമായിട്ട് നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. പിന്നെ ഇതായി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സോഡാപ്പൊടിയും നാരങ്ങയും മുഖത്ത് ഒരിക്കലും അപ്ലൈ ചെയ്ത് നോക്കരുത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ കാലിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം, എങ്കിലേ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് സമയത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ഫ്രം സരിത.